ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ സുമാക്കി ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കടായി എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് ഓട്സ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, റോസ്റ്റ് ചെയ്തിട്ടുള്ള ഓട്സ് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഒരു കടായി എടുത്ത് കടായിൽ നിന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിലോ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതാ നിങ്ങൾ താല്പര്യം വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അത് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് താളിക്കുകയാണ്. കടുക് താളിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് കടുക് മാത്രമേ താളിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ മല്ലിയില ലാസ്റ്റ് ചേർക്കുക, അതുകൊണ്ട് കറിവേപ്പില ചേർക്കുന്നില്ല. ഇനി നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ സവോള, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിവിടെ നമ്മൾ ഫ്രോസൺ പീസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഫ്രോസൺ പീസാണ്, ഫ്രഷ് പീസാണ്. അത് നമ്മൾ ഫ്രോസൺ പീസ് ആകുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. മറ്റേ സാധാരണ പീസാണെങ്കിൽ നമുക്കത് സോക്ക് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്, അല്ലേ? സോക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് വേണം ഇതിലിടാനായിട്ട്. ഫ്രോസൺ പീസാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്, അതിന് ഒരു കപ്പ് വെള്ളം ചേർക്കുക. റോൾഡ് ഓട്സ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് നമ്മളതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണൊക്കെ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാത്രം അടച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ പാത്രമൊക്കെ അടച്ച് കുക്ക് ചെയ്തു. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഓട്സും തയ്യാറാക്കുന്നത്. പക്ഷെ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഒരു കപ്പ് ഓട്സിന് ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പുളി എന്താ പറയുക, ഒരു പുളിപ്പ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് എന്താ പറയുക നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, ജസ്റ്റ് മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. അത് കടുക് താളിക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് എന്താ പറയുക ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഉപ്പുമാവാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഈ ഓട്സ് ഉപ്പുമാവ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് നിങ്ങൾക്കായിട്ട് ഇപ്രാവശ്യം ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ കുറച്ച് എന്താ പറയുക വീഡിയോസ് വൈകിയാണ് ഇടുന്നത്, ലേറ്റ് ആവുന്നുണ്ട് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. ബിക്കോസ് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എഡിറ്റിങ്ങും ശരിക്കും ചെയ്യാനോ കാര്യങ്ങൾ പറ്റുന്നില്ല. അതിനുള്ള മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാനൊന്ന് ചെയ്തു എന്ന് മാത്രം. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒന്ന് ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ വൈകാം, അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് അറിയിക്കാൻ കൂടി ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓട്സ് ഉപ്പുമാവ് തയ്യാറായി. ഇതൊക്കെ നമ്മൾ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസുകളാട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ. ഇത് 2 ആഴ്ചയായി ഈ വീഡിയോസൊക്കെ എടുത്തിട്ട്. അതിപ്പോഴാണ് എനിക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം നിങ്ങൾ എൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് നമ്മളൊരു പുതിയൊരു എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി വാങ്ങിച്ചത് കുറേ 2-3 ആഴ്ചയൊക്കെ അർജുനുള്ള സമയത്ത് അങ്ങോട്ട് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അർജുൻ ഞങ്ങൾ മൂന്നാർ പോയി ആ ഒരു സമയത്ത് അവൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരാഴ്ച. ആ സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അത്രയും എന്താ പറയുക ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ വീഡിയോസിന്. അന്നൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസുകളാണ് ഇതൊക്കെ. അപ്പോൾ എയർ ഫ്രയർ നമ്മളന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ പിജിയൻ ആണ് കേട്ടോ വാങ്ങിച്ചത്, ബ്രാൻഡ് പിജിയൻ ആണ്. ഇപ്പോൾ അതിന് ഓഫർ ഉണ്ടല്ലോ, പ്രൈസ് 3000 സംതിങ് പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഇതാ കുറേ നാളായി വിചാരിക്കുന്ന ഒരു സംഭവമാണ് എയർ ഫ്രയർ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ അത് വാങ്ങിച്ചു. കുഴപ്പമില്ല, നല്ലൊരു ഇത് തന്നെയാണ്. ഇത് നമ്മൾ ഓൺലൈനാണ് കേട്ടോ വാങ്ങിച്ചത്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ എയർ ഫ്രയർ വാങ്ങിച്ചപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ പാറ്റി ഉണ്ടായിരുന്നു, ബർഗർ പാറ്റി. അപ്പോൾ അതൊന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. ഇതിൽ നമുക്ക് എന്താ പറയുക ഓരോന്നും തയ്യാറാക്കാനുള്ള എന്താ പറയുക മോഡുകളുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കാനുള്ള മോഡുകളുണ്ട്, ടൈമറുണ്ട്, അങ്ങനെ ഓരോ സെറ്റിംഗ്. പിന്നെ മാനുവലി എന്താ പറയുക ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറൊരു ദിവസം ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിൽ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു കൺട്രോൾ പാനൽ വരുന്നത്. ആൻഡ് ആ 2 സൈഡും വരുന്നത് ടൈമറാണ്. അതായത് ടൈം കൂട്ടി കൊടുക്കാനും കുറയ്ക്കാനുള്ളതാണ്. പിന്നെ മോഡ്, പിന്നെ പവർ ബട്ടൺ, പിന്നെ അത് ടെമ്പറേച്ചർ. ഈ 2 സൈഡ് കാണിക്കുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണല്ലേ കാര്യം. അപ്പോൾ നമ്മൾ പവർ ബട്ടൺ പിന്നെ എം എന്ന് കാണിക്കുന്നത് മോഡാണ്. കണ്ടോ, ഫാനും പിന്നെ ഹീറ്ററിൻ്റെ ലൈറ്റുമാണ് ആ റെഡ് ലൈറ്റ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറൊരു ദിവസം ചെയ്യാം. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് മാനുവലി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമുക്ക് അതായത്
ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ടൈമറും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഇതിൽ ഓട്ടോമാറ്റിക്, അതായത് മോഡ് വെച്ചിട്ട്, അതായത് ഇപ്പോൾ കപ്പ് കേക്കിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് സെറ്റഡ് ആയിട്ടുള്ള, അതായത് ടെമ്പറേച്ചറും ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ അതിൻ്റെ ഒരു സൈൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിങ്ങും ടെമ്പറേച്ചറിലും ആവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമുക്ക് നമ്മളിപ്പോൾ ഓവനിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പോൾ പിജിയൻ ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാം കൺട്രോൾ പാനലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. എന്നുള്ളത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ഇതിലേക്കും, അതായത് ഇപ്പോൾ എന്താ പറയുക, കപ്പ് കേക്ക്, ഫ്രഞ്ച് ഫ്രൈസ്, അതിലേക്ക് ഇങ്ങനെ നീങ്ങി പൊക്കോളും. പിന്നെ ഇതിൻ്റെ ഫാൻ വർക്കിംഗ് കണ്ടില്ലേ, ആ ഒരു ഫാൻ വർക്കിംഗ് ആണോ നോക്കും. അതിൻ്റെ നടുവിലൊരു റെഡ് ലൈറ്റ് ഉണ്ട്, അതൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങളിത് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ ബാസ്ക്കറ്റിൻ്റെ ആ ഒരു ശരിക്കും അടഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ സൈഡ് ബൾജിങ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക, ബർഗർ പാറ്റി നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തു. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി, ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എയർ ഫ്രയറിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പാറ്റി തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും തയ്യാറാക്കുന്നുണ്ട്. അത് നമ്മൾ മാനുവൽ മോഡിലല്ല കേട്ടോ ചെയ്തത്, അത് ഓട്ടോമാറ്റിക്, അതായത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മോഡ് വെച്ചിട്ടാണ് നമ്മളതിൽ കുക്ക് ചെയ്തത്. അത് ഇതിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡ് കണ്ടില്ല, എം എന്നുള്ളത് നമ്മൾ ഓരോ ഇതിലേക്കും മാറി മാറി പോകും കേട്ടോ. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കണ്ടോ, അങ്ങനെ ഓരോന്നും നമ്മളതിൽ എം എന്നുള്ള ആ ഇതിൽ സെലക്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ ഓരോ ഇതിലേക്കും മാറിക്കൊണ്ടിരിക്കും. ഇതിലിപ്പോൾ റോസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, കപ്പ് കേക്ക് തയ്യാറാക്കാൻ, മഫിൻ, പിസ്സ, അങ്ങനെ ഓരോ സംഭവവും തയ്യാറാക്കാനുള്ള മോഡുകളുണ്ട്. പിന്നെ അത് ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചർ കൂട്ടി ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഇവിടെ സൈഡിൽ ടൈമർ കൂട്ടി കുറയ്ക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മോഡ് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇത് ക്ലിക്ക് ചെയ്തതിന് കഴിഞ്ഞാൽ നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൾറെഡി അത് സെറ്റാവും കേട്ടോ. ഇത് കഴിഞ്ഞ്, അതായത് നമ്മൾ എന്താ സെലക്ട് ചെയ്ത മോഡ്, അതിൻ്റെ ഇത് ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മേലെ കാണിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞൊരു നമ്മൾ ഈ ഓവനിലൊക്കെ പോലെ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം കേട്ടോ ബാസ്ക്കറ്റ്. അപ്പോൾ അത് എന്താ ലൈറ്റൊക്കെ ഓഫ് ആവും. അതിനുശേഷം നമ്മൾ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വീഡിയോസ് നമ്മൾ എന്തായാലും കുറച്ച് വൈകും നമുക്ക് വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ
അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.